ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു പച്ചടി തയ്യാറാക്കാം. നിങ്ങളാരും ചെയ്തിരിക്കാൻ സാധ്യമില്ലാത്ത പച്ചടിയാണ് ഇത്. തണ്ണിമത്തനില്ലേ, തണ്ണിമത്തൻ്റെ തോടാണ്. ഇതിൻ്റെ ഈ അകത്തെ ഭാഗങ്ങളെല്ലാം ചെത്തിയെടുത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പച്ചടി ഉണ്ടാക്കാം. ഞാനിതെല്ലാം ഒന്ന് തോല് കളഞ്ഞ് പൊടിയായി അരിഞ്ഞെടുത്തിട്ട് വരാം. തണ്ണിമത്തൻ്റെ തോട് ഞാൻ ഇവിടെ പൊടിയായി അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ തൈര്, കട്ടിത്തൈര് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. എൻ്റെ എളുപ്പത്തിൽ അയഞ്ഞ രൂപത്തിലുള്ള തൈരാണ്. പിന്നെ എനിക്ക് വേണ്ട അരപ്പാണ് ഇതാ, ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും ഈ 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരണം. പിന്നെ താളിപ്പിന് വേണ്ടിയിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില. നമുക്ക് ഈ അരപ്പൊന്ന് റെഡിയാക്കിയിട്ട് വരാം. ഇതിലേക്ക് വേണ്ട അരപ്പ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി നമുക്കൊരു താളിപ്പ് തയ്യാറാക്കാം. ഇത് നമുക്ക് വേവിക്കുക യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. താളിപ്പിനായിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, കടുക്, മുളക്, അപ്പോഴേ ഉലുവ പറഞ്ഞിരിക്കില്ല, കുറച്ച് ഉലുവ കൂടി വറുത്തിടണം. 2 കറിവേപ്പില. നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. നമുക്ക് താളിപ്പ് തയ്യാറാക്കാം. ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കൊണ്ട് ചെയ്യുന്നതാണ് അതിനുള്ളൊരു ടേസ്റ്റ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക്, മുളക്, ഉലുവ ഇത് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് സിമ്മിൽ കൊടുക്കണം. പൊട്ടി വരുമ്പോൾ നമുക്കിത് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. താളിപ്പ് നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തണ്ണിമത്തൻ്റെ തോടുകൊണ്ടുള്ള ടേസ്റ്റിയായ പച്ചടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയുമാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.